തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നാളെ ദേ ഇവള് ആവശ്യപ്പെട്ടാലും നീ ചിലപ്പോ അത് പ്രാക്ടിക്കലോ ആക്കും. എന്തിനാ മാഡം ഇങ്ങനൊക്കെ പറയുന്നേ? മാഡത്തിന് ആരെങ്കിലും ഉപദ്രവിക്കുന്നത് എനിക്കിഷ്ടാവുന്ന കാര്യമാണോ? ഞാൻ എങ്ങനെ ആവശ്യപ്പെടുവോ? എടി നീ കൂടുതൽ അഭിനയിക്കില്ലേ? ഇതിനെല്ലാത്തിന്റെ പുറകില് നിന്റെ ബുദ്ധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കുടുംബത്തിൽ എന്ത് നടന്നാലും അതിന്റെ തലപ്പത്ത് നിക്കണോന്നുള്ള നിന്റെ വാശി. നോക്ക്, ഇപ്പോ വിവാഹ വാർഷികം ഗംഭീരമായിട്ട് നടന്നു. പക്ഷെ അതിനൊടുവിൽ എല്ലാരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ നീ തിരിച്ചിങ്ങോട്ട് വന്നു. നീ ജയിച്ചു. അതിനിടയിൽ കുറെ ഗുണ്ടകളും പോലീസ് സ്റ്റേഷനും. ഒരു കാര്യം ചെയ്, അച്ഛനും മോനും കൂടി ഈ വീട്ടിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ പിന്നെ കേസ് അന്വേഷിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വിളിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. വന്നിരിക്കുന്നവർക്ക് ജോലിക്ക് ഒരു വഞ്ഞവും ഉണ്ടാവില്ല. വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവളെന്നെ ചെയ്തോളൂ. തോറ്റുപോയ ഒരാളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. അതിനെ മോങ്ങാനും കുറച്ച് സമയം നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ടാ ഞാൻ നാവടക്കി നിൽക്കുന്നത്. പക്ഷേ അച്ഛന്റെ ഭാര്യയുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്, നന്ദിനിക്ക് ഇന്ന് സംഭവിക്കുന്നതൊക്കെ നാളെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന. ഈ കുടുംബത്തിന് ഉന്നം വെച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാലും നന്ദിനിയുടെ ചങ്കൂറ്റത്തോടെ ആരും അത് അതിജീവിക്കില്ല. പോകുന്ന സ്ഥലത്ത് ചത്ത് മരവിച്ച് കിടക്കത്തേ ഉള്ളൂ. നന്ദിനി താവാ. വിളിച്ചോണ്ട് പോ. ഒരു മഹാറാണിയെ പോലെ കൊണ്ടുചെന്നങ്ങ് വാഴിക്ക്. അതിനാണല്ലോ എവിടെ പോയാലും കൃത്യമായിട്ട് തിരിച്ചുകൊണ്ടിങ്ങോട്ട് വരുന്നത്. അച്ഛാ, തൽക്കാലം അച്ഛൻ ഈ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യും കേട്ടാ. എനിക്ക് സമയമില്ലാത്തോണ്ടാ. താവാ, അച്ഛനെ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തു. എന്തിനാണോ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എന്തു വേണം? ചാൻസി റാണിയെ പോലെ മിടിക്കാണെന്ന് ഞാനങ്ങ് വാഴ്ത്തി പാടണോ? അത് അച്ഛനും മോനും കൂടി ധാരാളം അങ്ങ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? അല്ല, ഞാൻ സൂര്യ പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു. തോറ്റുപോയവർക്ക് വിഷമം കടിച്ചിറക്കാൻ അല്പം സമയം കൊടുക്കണമെന്ന്. ആ സമയം ഇപ്പൊ താൻ എടുത്തോ. നിങ്ങൾ എന്താ എന്നെ കളിയാക്കിയതാ? കളിയാക്കിയിട്ട് കാര്യമില്ലല്ലോ പത്മ. അത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ എന്തായാലും ഇപ്പൊ തനിക്കില്ല. താൻ പോയി കിടന്നോ. ഞാൻ വരുന്നില്ല. ഞാൻ വേറെ റൂമിൽ കിടന്നോളാം. ഓ, അവരെന്നെ അടച്ചുപൂട്ടിയിടുമ്പോഴും കൊല്ലാൻ തീരുമാനിക്കുമ്പോഴും ഒക്കെ സൂര്യസാറിന്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ. രണ്ട് ദൈവങ്ങളോടും ഞാൻ പ്രാർത്ഥിച്ചു. രണ്ട് ദൈവങ്ങളും എന്റെ പ്രാർത്ഥന കേട്ടു. ഇനിയും ഒരുപാട് കാലം സൂര്യസാറിനോടൊപ്പം ജീവിക്കാൻ കഴിയണേ. അങ്ങനെയാവട്ടെ മകളെ. അതെ, ഈ രണ്ട് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞില്ലേ? ഒന്ന് താന്നൂരമ്മ, പിന്നെ ആരാ ആ രണ്ടാമത്തെ ദൈവം? ആലോചിച്ചു നോക്കേ, അപ്പ കിട്ടും. നമ്മളെ പഴനിക്ക് പോയിട്ട് വന്നുകൊണ്ട് മുരുകൻ, അയ്യപ്പൻ, അതുമല്ലെങ്കിൽ പാരാ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്.
എന്റെ പ്രാർത്ഥന അതൊന്നും അല്ലായിരുന്നു. അപ്പൊ പിന്നെ വേറെ ആരാ അങ്ങനത്തെ ഒരു ദൈവം? എന്റെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനമുള്ള ആളുണ്ട്. എടോ അത് ആരാണെന്ന് ഞാൻ ചോദിച്ചേ, പറ. ഞാനോ? ദൈവോ? എന്റെ മനസ്സിലെ ദൈവം കൺമുന്നിൽ ഒരു കൊലപാതകം കണ്ടിട്ട് പോലും ഞാൻ കൊല്ലപ്പെടില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അതെന്തുകൊണ്ടാണെന്നറിയോ? താനിയൊരമ്മ സാറായിട്ട് വന്ന് എന്നെ വന്ന് രക്ഷിക്കുന്നുള്ള വിശ്വാസം. പക്ഷേ വിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. അല്പം പാളിപ്പോയാലേ എല്ലാം കൂടി അങ്ങ് അവസാനിച്ചേനെ. അല്ല സാർ, സാർ എന്നെ തിരക്കി നടക്കുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിച്ചു. പ്രതീക്ഷയല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്തുറപ്പ്? അതിപ്പോ അങ്ങനെ ചോദിച്ചാ, അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെ പിരിയില്ലാന്ന് എനിക്ക് തോന്നി. ഇവിടെ താൻ പ്രാർത്ഥിച്ച പോലെ നമ്മൾ തമ്മിൽ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കണ്ടേ? ഇനിയിപ്പോ സാർ എന്നെ തിരക്കി വരുമ്പോ ഏതെങ്കിലും ഒരു വലിയ കെട്ടിടത്തിനകത്ത് ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്യുമായിരുന്നു? ഇതിന് ഞാൻ മറുപടി പറയാം. പക്ഷെ അതിനു മുമ്പ് വേറൊരു കാര്യത്തിന് താൻ എന്നോട് മറുപടി പറയാം. എന്താ? തന്നെ അന്വേഷിച്ചിറങ്ങി ആ ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടുന്നതിനിടയിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? അങ്ങനൊന്നും പറയരുത്, തമാശയ്ക്ക് പോലും പറയരുത്. എന്റെ മനസ്സിന് എത്ര വേദന ഉണ്ടെന്നറിയോ അതൊക്കെ കേൾക്കുമ്പോ? ആണോ? അങ്ങനെയാണെങ്കിൽ താൻ മരിക്കുമെന്ന് പറയുമ്പോ എന്റെ മനസ്സിലെ വേദനയെ കുറിച്ച് താൻ എന്താ ആലോചിക്കാത്തത്? എന്നെ കുറിച്ച് പറയുമ്പോ തന്റെ മനസ്സ് എത്ര പൊള്ളുന്നുണ്ടോ അതുപോലെ തന്നെ തന്നെ കുറിച്ച് പറയുമ്പോ എന്റെ മനസ്സും പൊള്ളുന്നുണ്ട്. മനസ്സിലായോ? എടോ, അങ്ങനെയൊന്നും നമ്മളെ രണ്ടുപേരെയും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നന്ദിനിയും സൂര്യയും എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് തന്നെ ഉണ്ടാവും.